സദ്യയിലെ പ്രധാന വിഭവമായ പുളിയിഞ്ചി പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ വ്യത്യസ്തവും അതോടൊപ്പം വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു രീതിയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പുളി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. ഇത് നന്നായിട്ട് ആ വെള്ളത്തിൽ കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. ഈ വെള്ളം ചൂടാറുന്നതോട് കൂടിയിട്ട് പുളിയെല്ലാം വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി അരിച്ചെടുക്കണം. ഈ പുളിയിഞ്ചി സദ്യക്ക് മാത്രമല്ല കേട്ടോ, പണ്ടൊക്കെ കല്യാണ വീടുകളിൽ നെയ്ച്ചോറിനൊപ്പമൊക്കെ ഈ പുളിയിഞ്ചി ഉണ്ടായിരുന്നു സൈഡായിട്ട്. അന്ന് കല്യാണത്തിനൊക്കെ പോയിരുന്നത് തന്നെ ഈ പുളിയിഞ്ചി കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ ശീലങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. ഇന്നിപ്പോൾ സദ്യയിലും അതേപോലെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെയൊക്കെയാണ് ഈ പുളിയിഞ്ചി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് ഈ പുളിയിഞ്ചി ഉപയോഗിക്കാൻ പറ്റും. ഇനി നല്ലൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. അതിലേക്ക് കറിവേപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട. ഇനി ഇത് നല്ലപോലെ ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് അരിച്ചു മാറ്റി വെച്ച പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം പുളിയിഞ്ചി വേണോ അതിനനുസരിച്ചിട്ട് പുളിയും അതിനനുസരിച്ചിട്ട് ഇഞ്ചിയും ചെറുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഈ പുളിയിഞ്ചി ഓരോ ഘട്ടത്തിലും കളറ് മാറി മാറി വരും. ഇപ്പോൾ കാണുന്ന കളറാവില്ല, ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ അവസാനമാകുമ്പോഴേക്ക് ഒരു ഡാർക്ക് കറുപ്പ് കളറായിട്ട് വരും. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 2 വലിയ പീസ് ശർക്കരയും ഒരു ചെറിയ പീസ് ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ശർക്കര നന്നായിട്ട് ഉരുകി കഴിഞ്ഞതിന് ശേഷം മധുരം ആവശ്യമാണെങ്കിൽ വീണ്ടും അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും അങ്ങനെ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിവിടെ കിടന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഉരുകിയിട്ടുണ്ട്. ഇത് ഇനി ചെറിയ ഒരു ഇത്തിരി പോന്ന കഷ്ണങ്ങളൊക്കെ ബാക്കിയുള്ളൂ ഉരുകി തീരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ പുളിയിഞ്ചിയുടെ കളറൊക്കെ മാറി വന്നു. ഓരോ ഘട്ടത്തിലും കളർ മാറി മാറി വരുന്നത് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി തീർന്നിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം കുറുക്കിയെടുക്കണം എന്ന് നോക്കാം. ഇതിങ്ങനെ ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത്, ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞു പീസുകളായിട്ട് ചാടുന്നുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്ത് വരുന്ന സമയമാകുമ്പോൾ ഒന്നും കൂടെ കട്ടയായിട്ട് വരും. അപ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി പുളിയിഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ശരി, ബൈ.